സ്വർഗീയ കൂടാരം, സ്വർഗീയ കൂടാരം, സ്വർഗീയ കൂടാരം, സ്വർഗീയ കൂടാരം. മനുഷ്യനോടു കൂടെ ദൈവത്തിൻ്റെ കൂടാരം, മനുഷ്യനോടു കൂടെ ദൈവത്തിൻ്റെ കൂടാരം. സ്വർഗീയ കൂടാരം, സ്വർഗീയ കൂടാരം, സ്വർഗീയ കൂടാരം, സ്വർഗീയ കൂടാരം, സ്വർഗീയ കൂടാരം, സ്വർഗീയ കൂടാരം. സ്വർഗീയ ദർശനം ഭൂമിയിൽ, ഹെവൻലി വിഷൻ ഇന്ത്യ. സ്വർഗീയ ദർശനം ഭൂമിയിൽ, ഹെവൻലി വിഷൻ ഇന്ത്യ. Heavenly Vision India, Heavenly Vision India, Heavenly Vision India. Praise the Lord. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ഈ മീഡിയയിലൂടെ യേശു കർത്താവിൻ്റെ നാമം നിമിത്തം, കർത്താവിൻ്റെ വചനവും സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് എൻ്റെയും ജീവിതത്തിന്മേൽ ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പറഞ്ഞു തീരാത്ത എല്ലാ നല്ല ദാനങ്ങൾ നിമിത്തം നമുക്കൊരുമിച്ച് കർത്താവിനെ ഇന്ന് പകലിലും ആരാധിക്കാം, കർത്താവിനെ സ്തുതിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ വലിയ കരുതലുകൾ, കർത്താവിൻ്റെ വലിയ വിടുതലുകൾ നാം ഓരോ ദിവസവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡും ഓരോ മണിക്കൂറും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ കരുതൽ, കർത്താവിൻ്റെ സംരക്ഷണത കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ആത്മാവിലും സത്യത്തിലും ആമേൻ ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായി ഒരുമിച്ച് നമുക്ക് നന്ദി പറയാം. നമുക്ക് ഈ ഭൂമി പാർക്കുവാൻ തന്നിരിക്കുവാണ്, വേല ചെയ്യാൻ തന്നിരിക്കുകയാണ്. കർത്താവിനെ ആരാധിച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ട് ജീവിച്ച് വിശുദ്ധിയോടെ നിഷ്കളങ്ക ഹൃദയത്തോടുകൂടെ കർത്താവിൻ്റെ നല്ല മണവാട്ടിയായി ജീവിച്ച് കർത്താവിൻ്റെ സന്നിധിയിലെത്തുവാൻ നമ്മെ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങൾ മാക്സിമം കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഓരോ ദിവസവും വിട്ടുകൊടുക്കാം. ഒരിടത്തും നമ്മൾ പരാജയപ്പെടുവാൻ, ഒരിടത്തും നമ്മൾ താഴ്ന്നു പോകുവാൻ, ഒരിടത്തും നമ്മൾ നിരാശപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലവും ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിന്മേൽ വലിയ വിടുതലായി സൗഖ്യമായി മാറും എന്നുള്ള കാര്യത്തിലൊട്ടും സംശയമില്ല. കഴിഞ്ഞ നാളുകളിലെ എപ്പിസോഡുകൾ കണ്ട ദൈവമക്കൾ അവരുടെ വിഷയങ്ങളുടെ മേലുള്ള മറുപടി പ്രാർത്ഥനയിലൂടെ ലഭിച്ചത് കേൾക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ദൈവനാമഹത്വത്തിനായി പ്രിയപ്പെട്ടവരെ കർത്താവ് നിലനിർത്തുമാറാകട്ടെ. കർത്താവിൻ്റെ വരവ് വരെ ദൈവരാജ്യത്തിന് കെട്ടുപണിക്ക് വേണ്ടി ദൈവം പ്രിയപ്പെട്ടവരെ നിങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ, പട്ടണങ്ങളിൽ കർത്താവ് പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. തുടർന്നും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ശുശ്രൂഷകളെ ഓർത്ത് നിങ്ങളും പ്രത്യേകം പ്രാർത്ഥിക്കണം. വളരെ ദൈവകൃപയോടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഇത് ചെയ്യുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥന ആവശ്യമാണ്. അതുപോലെ തന്നെ ഇത് മുടക്കം കൂടാതെ ചെയ്യുവാൻ ഫിനാൻഷ്യലിയും വളരെ ആമേൻ ഉറവകൾ തുറക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് നിങ്ങളെ കൈകളെയും അതിനായി ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് സ്ഥാനത്ത്, ഏത് ഇടങ്ങളിൽ ഈ ശുശ്രൂഷ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുവോ, ശ്രദ്ധിക്കുന്നുവോ, അവിടെ വളരെ പ്രാർത്ഥനയോടുകൂടെ, വളരെ ദൈവകൃപയോടെ, വളരെ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ദൈവ സാന്നിധ്യത്തിൻ്റെ മറവിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ആ ചിറകിൻ്റെ കീഴിലൊക്കെ നിങ്ങൾ അങ്ങ് മറഞ്ഞിങ്ങ് ഇരുന്ന് അല്പസമയം ഈ വചനം കേൾക്കാനായി തയ്യാറാകണം. കാരണം ഇത് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം തൻ്റെ വചനം അയച്ച് നമ്മെ സൗഖ്യമാക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ നമ്മുടെ വിഷയങ്ങളെ തൊട്ട്
സംസാരിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ വിഷയങ്ങളെ തൊട്ട് സംസാരിക്കാൻ പോവുക. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 17 വാക്യം. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 17 വാക്യം. ആമേൻ. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുകൾ പോലെ ഞാൻ ചെയ്യും. എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആമേൻ. അതിൻ്റെ അവസാനത്തെ ഭാഗം, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞും ഇരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രം ആരംഭിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ യാത്ര, അവരുടെ വിടുതൽ, അവരുടെ മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പുകൾക്കും വഴികാട്ടിയായി ദൈവം നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള മോശ. ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം ജനിക്കപ്പെട്ട മോശ, ദൈവഹിതപ്രകാരം ശുശ്രൂഷയിലേക്ക് കർത്താവ് നിയോഗിച്ച മോശ. പ്രൈസ് ഗോഡ്. ഒരു ദൈവഹിതം ഉള്ള ഒരു അഭിഷക്തൻ്റെ മേൽ ഇന്നും ഇന്നലെയുമല്ല, അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ആമേൻ വേദനകൾ എന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ, ശത്രുവിൻ്റെ വെല്ലുവിളികൾ അനുഭവിച്ചതായ ഒരു ഭക്തൻ. ജനിച്ചപ്പോഴും ആമേൻ നൈൽ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് തന്നെ തകർത്ത് കളയുവാനായി ആമേൻ നോക്കിയ ഒരു ഭക്തൻ. പ്രൈസ് ഗോഡ്. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം കൊണ്ടിട്ട ഒരു ഭക്തൻ. കൊട്ടാരത്തിനകത്തും ദൈവം ട്രെയിൻ ചെയ്തെടുപ്പിച്ച ഒരു ഭക്തൻ. ഒടുവിൽ ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഹല്ലേലൂയ ആമേൻ 430 വർഷം മിസ്രയീമിൽ അടിമത്തത്തിൽ കിടന്ന തൻ്റെ ജനത്തെ മോശയുടെ കൂടെ ഇരുന്ന് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് അവരെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരെ നടത്തുവാൻ ദൈവം നിയോഗിക്കപ്പെട്ട ഭക്തൻ മോശ. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചനകൾ അനുസരിച്ച്, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഇങ്ങനെ യാത്രകൾ ചെയ്ത് ജനത്തെ നയിച്ച, ജനത്തെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു അഭിഷക്തൻ. ആമേൻ. ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ ഒരു അഭിഷക്തൻ. പ്രൈസ് ഗോഡ്. നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ശുശ്രൂഷകളിലും നമ്മുടെ ആത്മീക ജീവിതത്തിലും നമ്മുടെ മുന്നോട്ടുള്ള ഓരോ വിശ്വാസ യാത്രകളിലും ആമേൻ എടുത്ത് പഠിക്കുവാൻ കഴിയുന്ന ശക്തനായ ഒരു അഭിഷക്തൻ മോശ. ദൈവഗ്രഹത്തിൽ സൗമ്യനായവൻ, വിശ്വസ്തനായവൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ സാന്നിധ്യത്തെ മുഖാമുഖമായി കണ്ട് ആമേൻ യാത്ര തിരിച്ച ഒരു അഭിഷക്തൻ മോശ. ആമേൻ. പല പ്രാവശ്യവും താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന തൻ്റെ ജനത്തിൽ നിന്ന് പല വേദനകളും അനുഭവിക്കേണ്ടി വന്നു. പല വേദനകളും അനുഭവിക്കേണ്ടി വന്നു. ആമേൻ. സ്വന്തം രക്തബന്ധങ്ങൾ പോലും തനിക്കെതിരെ തിരിഞ്ഞ സമയങ്ങൾ. പ്രൈസ് ഗാഡ്. തന്നെ ശപിച്ച സമയങ്ങൾ, തൻ്റെ വാക്കുകൾ കേൾക്കാതെ പിന്മാറിപ്പോയ സമയങ്ങൾ, ഇങ്ങനെ ഒരുപാട് തിക്താനുഭവങ്ങൾ, ഒത്തിരി വേദനയുടെ അനുഭവങ്ങൾ നമുക്ക് മോശയുടെ ഒരു ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. നാം എല്ലാവരും പലരുടെയും പുറമേയുള്ള അവസ്ഥകളാണ് കാണുന്നത്. അവരുടെ കഴിഞ്ഞ കാലങ്ങൾ, അവരനുഭവിച്ച വേദനകൾ, അവർ കടന്നു വന്ന വഴികൾ ഒന്നും നമ്മൾ ഒരിക്കലും അറിയാൻ പോകാറുമില്ല. നമുക്കത് അറിയേണ്ട കാര്യമില്ല, അല്ലേ? നമുക്കത് അറിയേണ്ട കാര്യമില്ല. അവരിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, അവരിപ്പോഴത്തെ അവസ്ഥകളാണ് നമ്മളെപ്പോഴും വിധി എഴുതുന്നത്. എന്നാൽ അവർക്കെല്ലാം ഒരു പുറകിൽ, നമുക്കെല്ലാം, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാം, എനിക്കും, നമ്മുടെയൊക്കെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. നമ്മുടെയൊക്കെ പുറകിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. പ്രൈസ് ഗാഡ്. ആർക്കും അറിയപ്പെടാത്ത, ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, ആർക്കും ഹല്ലേലൂയ കണ്ടുപിടിക്കാൻ പോലും പറ്റാത്തതായ ഒരുപാട് വേദനകളുടെ, നിരാശകളുടെ, കഷ്ടപ്പാടിൻ്റെ, ഒറ്റപ്പെടലുകളുടെ, ഹല്ലേലൂയ രക്തബന്ധങ്ങളിൽ നിന്ന്, കൂടപ്പിറപ്പുകളിൽ നിന്ന്, കൂട്ടു സഹോദരങ്ങളിൽ നിന്ന്, കൂടെ വളർന്നവരിൽ നിന്ന്, കൂടെ പഠിച്ചവരിൽ നിന്ന്, ദേശത്തിൽ നിന്ന്, ഒരു പക്ഷേ ഒരേ ആരാധനാലയത്തിൽ ആരാധിക്കുന്നവരിൽ നിന്ന്, ഹല്ലേലൂയ നാം വിശ്വസിച്ചവരിൽ നിന്ന് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയ മുറിവുകൾ ഇന്നും ദൈവത്തിൻ്റെ ആത്മാവെന്നെ കാണിക്കുന്നു. ഉണങ്ങാത്ത ജീവിതങ്ങൾ എന്നെ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ താങ്കളെ ആശ്വസിപ്പിക്കും. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം താങ്കളെ തൊടും. കർത്താവിൻ്റെ ആത്മാവ് ഈ വചനത്താൽ ഇന്ന് പകൽക്കാലം താങ്കളെ ശക്തിപ്പെടുത്തും, ധൈര്യപ്പെടുത്തും, ബലപ്പെടുത്തും. വലിയൊരു ദൈവപ്രവൃത്തി ഇന്ന് പകൽക്കാലം താങ്കൾ കാണാൻ പോവുകയാണ്.
പ്രൈസ് ഗാഡ്. ഇതിൻ്റെ 32 അധ്യായം, പുറപ്പാട് പുസ്തകം 32 അധ്യായം പഠിക്കുമ്പോൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രമാണം വാങ്ങിക്കേണ്ടതിനായി, കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് കർത്താവിൽ നിന്ന് ചില അരുളപ്പാടുകൾ പ്രാപിക്കേണ്ടതിനായി ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ ജനത്തെ വിട്ടിട്ട് ആമേൻ പർവ്വതത്തിലേക്ക് മോശ കുറച്ച് സമയത്തേക്ക് മാറിപ്പോവുകയാണ്. ഇപ്പോൾ അവരുടെ കൂടെ മോശയില്ല. 32 അധ്യായം പഠിക്കുമ്പോൾ ഇപ്പോൾ അവരുടെ കൂടെയും, പുറപ്പാട് പുസ്തകം 32 അധ്യായം പഠിക്കുമ്പോൾ ജനത്തിൻ്റെ കൂടെ ഇപ്പോൾ മോശയില്ല, കുറേ സമയത്തേക്ക് മോശയില്ല. ആമേൻ. മോശ ഇപ്പോൾ ദൈവസാന്നിധ്യത്തിലേക്ക് മറഞ്ഞ് പർവ്വതത്തിൻ്റെ മുകളിലായിരിക്കുകയാണ്. ഈ സമയത്ത് 32 അധ്യായം 1-ാമത്തെ വാക്യത്തിൽ സ്തോത്രം, കുറേ നാളായി ഈ ഇടയനെ കാണാത്തത് കൊണ്ട്, മോശയെ കാണാത്തത് കൊണ്ട്, അവരെ നടത്തുന്ന നായകനെ കാണാത്തത് കൊണ്ട്, ആമേൻ, ലീഡറിനെ കാണാത്തത് കൊണ്ട് അവർ അഹരോനെ ആമേൻ കൂട്ടുപിടിക്കുകയാണ്. 32 അധ്യായം പഠിക്കുമ്പോൾ ആമേൻ, എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോനോട് അടുക്കൽ വന്നിട്ട് അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിനൊരു ദൈവത്തെ ഉണ്ടാക്കി തരിക. അവർ നിർബന്ധം കാണിച്ചപ്പോൾ ആമേൻ, ഇപ്പോൾ മോശയില്ല, അവരെ കൂടെ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക എന്ന് പറഞ്ഞ അഹരോനോട് ആമേൻ നിർബന്ധം കാണിച്ചപ്പോൾ അഹരോൻ പെട്ടെന്ന് അവരുടെ കയ്യിൽ കിടക്കുന്ന കുണുക്കുകളും ആഭരണങ്ങളും ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. അതിനെ ഒരു കാളക്കുട്ടി ഉണ്ടാക്കി അവരുടെ മുമ്പിൽ വെച്ചു കൊടുത്തു. ആമേൻ. കാണുന്ന അവരുടെ കണ്ണിന് മുമ്പിൽ ഇപ്പോൾ കാണുന്നതായ ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അവർ വളരെ മ്ലേച്ഛത പ്രവർത്തിച്ചുകൊണ്ട്, ആമേൻ, സൃഷ്ടിതാവാം ദൈവത്തെ മറന്നുകൊണ്ട്, അവരെ നടത്തിയ ദൈവത്തെ മറന്നുകൊണ്ട്, അവരെ വിടിവിച്ച ദൈവത്തെ മറന്നുകൊണ്ട്, ആമേൻ, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി കഷ്ടതകളിൽ, അടിമത്തത്തിൽ, പീഡനത്തിൽ കിടന്ന ആമേൻ ആ ജനത്തെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളുമായി ആമേൻ അവരുടെ ഇടയിൽ ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ ചെയ്ത് വിടിവിച്ച് പുറത്തു കൊണ്ടുവന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നുകൊണ്ട്, ആമേൻ, കണ്ണുണ്ടായിട്ടും കാണാത്ത, ചെവിയുണ്ടായിട്ടും കേൾക്കാത്ത, സ്പർശനശക്തി ഇല്ലാത്ത, നടക്കുവാൻ കഴിയാത്ത, ജീവനില്ലാത്ത ആമേൻ ഒരു വിഗ്രഹത്തിൻ്റെ മുൻപിൽ അവർ മ്ലേച്ഛത പ്രവർത്തിക്കുകയാണ്. ഈ സമയത്താണ് മോശ ദൈവശബ്ദം കേട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ആമേൻ എഴുതി മേടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഇറങ്ങി വരുമ്പം താൻ കാണുന്ന കാഴ്ച ആമേൻ വളരെ വളരെ വ്യത്യസ്തമായ കാഴ്ചയാണ്. താൻ കഴിഞ്ഞ മണിക്കൂർ വരെ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപിൽ ആമേൻ തൻ്റെ ജനത്തെ നടത്തുന്ന ദൈവത്തിൻ്റെ മുൻപിൽ, തൻ്റെ ജനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ദൈവത്തിൻ്റെ മുൻപിൽ ആമേൻ കഴിഞ്ഞ സെക്കൻഡുകൾ, കഴിഞ്ഞ മണിക്കൂറുകളായിരുന്നിട്ട് താൻ മടങ്ങി ആമേൻ ജനത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇപ്പോൾ കാണുന്ന കാഴ്ച ആമേൻ ഒരിക്കലും തനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതായ ഒരു കാഴ്ചയാണ്. തനിക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാഴ്ചയാണ്. തൻ്റെ അകത്തിരുന്ന കോപം പെട്ടെന്ന് ജ്വലിക്കുകയാണ്. അങ്ങനെ മാനുഷികമായി മോശയുടെ കോപം അങ്ങനെ ജ്വലിക്കുവാൻ തയ്യാറായെങ്കിൽ, നടത്തിയ, അവരെ സംരക്ഷിച്ച, അവരെ പോറ്റി പുലർത്തിയ, അവർക്ക് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും മന്നയ്ക്ക് മന്നയും കാടപ്പക്ഷയും നൽകി അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന് എത്രമാത്രം കോപം ജ്വലിക്കും. പ്രൈസ് ഗാഡ്. ദൈവത്തിൻ്റെ കോപാഗ്നി അവരിലേക്ക് വ്യാപരിക്കാൻ പോകുമ്പോൾ ഇടിവിൽ നിന്ന് മോശ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ, ആമേൻ. കാരണം ആ ജനത്തിൻ്റെ ആമേൻ ഓരോരുത്തരുടെയും അവസ്ഥകൾ അറിയാം, ആമേൻ ഓരോരുത്തരുടെയും വേദനകൾ അറിയാം, ഈ ജനത്തിൻ്റെ ഓരോ ആമേൻ പൾസും ഈ മോശയ്ക്ക് അറിയാം. അതുകൊണ്ട് മ്ലേച്ഛത പ്രവർത്തിച്ച, ദൈവ വഴി വിട്ടു പിന്മാറിയ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ ആമേൻ ആ ജനത്തിനു വേണ്ടി മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇടിവിൽ നിന്ന് അപേക്ഷിക്കുകയാണ്. പ്രൈസ് ഗാഡ്. മോശയ്ക്ക് ദൈവത്തോട് ഒത്തിരി പരിഭവങ്ങളുണ്ട് പറയാൻ, ദൈവത്തോട് ഒരുപാട് വേദനകളുണ്ട് പറയാൻ, ദൈവത്തോട് ഒത്തിരി കാര്യങ്ങളുണ്ട് ആമേൻ പറയാൻ. ഇതെല്ലാം മോശ പറയുവാണ്. ഹല്ലേലൂയ. ജനത്തെ വിടിവിച്ചെടുക്കുവാൻ ദൈവത്തിന് കരുണ തോന്നി. ആമേൻ. എന്നാൽ അതിൽ കുറച്ചു പേരെ ദൈവത്തിൻ്റെ ന്യായവിധിയിൽ സംഹരിച്ച് കളയുവാനും ഇടയായി. 33 അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആമേൻ അവിടെ ഒരു ശുദ്ധീകരണം നടത്തി ജനത്തെ വീണ്ടും ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് നയിക്കുന്ന ഒരു ഭാഗമാണ് 33 അധ്യായം പുറപ്പാട് പുസ്തകം കാണുന്നത്. പാളയത്തിന് പുറത്ത് കൂടാരമടിച്ച് സമാഗമന കൂടാരമുണ്ടാക്കി അതിനകത്തേക്ക് ആമേൻ ആരാധനകളുടെ ക്രമീകരണങ്ങൾ വരുത്തുന്നു. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ദൈവാത്മാവ് അവിടെ കൽപ്പിച്ചാക്കുന്നു. അവിടെ ആരാധനയുടെ ക്രമീകരണങ്ങൾ, ഒരു വിശുദ്ധീകരണത്തിൻ്റെ ക്രമീകരണങ്ങൾ ഒക്കെ നടത്തി ദൈവം ഒരു സഹോദരനെ പോലെ, ഒരു കൂട്ടുകാരനെ പോലെ ആമേൻ മോശയോട് സംസാരിക്കുകയാണ്. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിലേക്കാണ് ഇന്ന് നമ്മൾ ശ്രദ്ധ തിരിക്കുന്നത്. അവിടെ ആദ്യത്തെ വരികൾ ഇങ്ങനെ വായിക്കുന്നു: എനിക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ കരുണ തോന്നണം എന്നുള്ളവനോട്
കരുണ തോന്നും, എനിക്ക് മനസ്സലിവ് തോന്നണം എന്നുള്ളവരുണ്ട്, മനസ്സലിയും. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ ജനം പറയുന്ന പോലല്ല, ഈ ജനം ആമേൻ കടന്ന് വിളിക്കുന്ന പോലല്ല. മോശേ, എനിക്ക് നിന്നെ അറിയാം. പ്രൈസ് ഗോഡ്. ഒരു വലിയൊരു വിഷയമാണത്. പലർക്കും നമ്മെ അറിയില്ല, പലർക്കും നമ്മെ ആമേൻ വേണ്ടും പോലെ മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. പലരും നമ്മെ അടുത്തറിഞ്ഞാൽ പിന്നെ നമ്മൾ അടുക്കൽ ഇരിക്കില്ല കേട്ടോ. പ്രൈസ് ഗോഡ്. ആമേൻ. നമ്മുടെ പല ഭാഗങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ ചിലരൊന്നും നമ്മുടെ ഇരിക്കത്തില്ല. പക്ഷേ യേശു കർത്താവ് പറയുന്നു, യഹോവയായ ദൈവം പറയുന്നു, സർവശക്തനായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉള്ളതുപോലെ അറിഞ്ഞിരിക്കുകയാണ്. നിൻ്റെ ബലഹീനത എനിക്കറിയാം, നിൻ്റെ കോപം എനിക്കറിയാം, നിൻ്റെ പാപത്തിൻ്റെ പ്രവണതകൾ എനിക്കറിയാം, നിൻ്റെ ആത്മീക മണ്ഡലം എനിക്കറിയാം. ആമേൻ. നീയും പിതാവുമായിട്ടുള്ള കർത്താവുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ ആമേൻ വിലയിരുത്തിയിട്ട് തന്നെയാണ് കർത്താവ് സംസാരിക്കുന്നത്. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, നിങ്ങളെ പ്രിയപ്പെട്ട നിങ്ങളെ സ്നേഹിതരേക്കാൾ, ആമേൻ, നിങ്ങളുടെ പിതാവിനേക്കാൾ, നിങ്ങളുടെ അമ്മയേക്കാൾ, ആമേൻ, നിങ്ങളുടെ സ്തോത്രം മറ്റ് ബന്ധുമിത്രാദികളെക്കാൾ, ഇൻറ്റിമേറ്റഡ് ഫ്രണ്ട് എന്നൊക്കെ പറയത്തില്ലേ, ആമേൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സൂക്ഷിപ്പുകാരെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ആമേൻ. ഒരിക്കലും നീ പറയുന്ന കാര്യം ഞാൻ ആരോടും പറയത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഭയങ്കരമായിട്ട് സ്നേഹം കാണിക്കുന്നവരില്ലേ. ആമേൻ. അവരൊക്കെ അറിയുന്നതിനേക്കാൾ അപ്പുറം, അവരൊക്കെ അറിഞ്ഞതിനേക്കാൾ അപ്പുറം കർത്താവ് ഈ പകൽക്കാലം ഇടപെടുന്നു. തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ജീവിതങ്ങളോട് ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവം കർത്താവ് നമ്മെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അടുത്തറിഞ്ഞാൽ എന്ന് ഒരു ഉറപ്പ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തിനാണ് ഈ ഭാരം, പിന്നെന്തിനാണ് ഈ വേദന, പിന്നെന്തിനാണ് ആ ദുഃഖം? ഈ ദൂത് കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെ, മറ്റെല്ലാവരേക്കാൾ മരണം വരെ നമ്മോടൊപ്പം ഇരിക്കാം എന്ന് വാക്കുകൾ തന്ന പലരേക്കാൾ, പ്രൈസ് ഗോഡ്, കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ചിന്തിക്കുന്നു, ഈ ശബ്ദം കേട്ടപ്പോൾ മോശ നേരത്തതിനേക്കാൾ അധികം ഭയങ്കര ചാർജായി കാണും അല്ലേ, ഭയങ്കരമായിട്ടും ആമേൻ പവർഫുള്ളായി കാണും. ആമേൻ. വളരെ ശക്തനായി മാറിക്കാണും. കാരണം ഇത്രയും ജനം ഇത്രയും നാളായി എൻ്റെ കൂടെ നടന്നിട്ട് അവർക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ല. ആമേൻ. കൂടെ സഹോദരങ്ങൾക്ക് പോലും തന്നെ ബൈബിൾ പഠിച്ചു നോക്കിക്കേ, അവരും പലതും പറഞ്ഞു. ആമേൻ. അവർക്ക് പോലും എന്നെ അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഭാരം തൻ്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു. താൻ ആരോടും ഷെയർ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, താൻ ആരോടും പറയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അറിയാവുന്നവൻ, സകലത്തെയും അറിയാവുന്നവൻ, സകലത്തെയും മനസ്സിലാക്കാൻ കഴിവുള്ളവൻ വളരെ മൃദുവായി, വളരെ സ്നേഹത്തോടെ ആ മോശയോട് പറയുക, മോശേ, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. അറിഞ്ഞിരിക്കുന്നു എന്നല്ല, ഞാൻ നിന്നെ വളരെ ക്ലോസ്ഡായി, വളരെ അടുത്തായിട്ട് അറിഞ്ഞിരിക്കുന്നു. ഈ പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മെ ഏറ്റവും അടുത്തായി അറിഞ്ഞിരിക്കുകയാണ്. നിൻ്റെ കൂടെ ഇരുന്നവരെക്കാൾ, നിൻ്റെ കൂടെ വളർന്നവരെക്കാൾ, ആമേൻ, കൂടെ ഇരുന്ന് ഭക്ഷിച്ചവരെക്കാൾ, ആമേൻ, ഒരേ പായിലിരുന്ന് ആരാധിച്ചവരെക്കാൾ, ഹല്ലേലൂയ, ആമേൻ, മനസ്സിലാക്കി എല്ലാവരേക്കാൾ അപ്പുറം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽ ആരുടെയൊക്കെയോ അടുക്കലേക്ക് വന്ന് ഈ ദൂതങ്ങ് കൈമാറ്റം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ അടുത്ത് അറിഞ്ഞിരിക്കുകയാണ്. എല്ലാം കർത്താവിനറിയാം, എല്ലാം കർത്താവിനറിയാം. നിൻ്റെ അവേദന കർത്താവിനറിയാം, ആ രോഗം കർത്താവിനറിയാം, കടബാധ്യത കർത്താവിനറിയാം, ഭവനത്തിനകത്തുനിന്ന് ആമേൻ ഈ സമയത്ത് ഭാരപ്പെടുന്ന വിഷയം കർത്താവിനറിയാം. ഹല്ലേലൂയ. ആരോടും പറയാതെ തേങ്ങലടിച്ച് വിമ്മി കരയുന്ന ആ വേദന കർത്താവിനറിയാം. വചനം പറയുന്നു, ഐശയ്യ ആമേൻ 45:4, യെശയ്യ 45:4, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നാം ഒരുപക്ഷെ നമ്മെ അറിയുന്ന ഈ ദൈവത്തെ അത്ര അങ്ങോട്ട് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കർത്താവ് പറയുന്നു, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ. പലരും നിൻ്റെ പേരിൽ ശാപവാക്ക് പറയുമ്പം, ആമേൻ, ആ പേര് പറഞ്ഞ് നിന്നെ ദുഷിക്കുമ്പം, ആ പേര് പറഞ്ഞ് നിന്നെ ആമേൻ ഒരിക്കലും ഉയരാതെ, ഒരിക്കലും നീ വളരാതെ, ഒരിക്കലും നീ രക്ഷപ്പെടാതെ നിന്നെ ശപിക്കുമ്പം, കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു.
യെശയ്യാ 49:1-2 ഹല്ലേലൂയ. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ജെറമ്യ 1:5-6 അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യുഗങ്ങൾക്ക് മുൻപേ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ലോകസ്ഥാപനത്തിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞിരിക്കുന്നു. ഇത്രയും ഭയങ്കരമായി നമ്മെ അറിഞ്ഞിരിക്കുന്ന, ഇത്രയും ശക്തമായി നമ്മെ മനസ്സിലാക്കിയിരിക്കുന്ന ഈ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മെ അടുത്തറിഞ്ഞിരിക്കുമ്പോൾ താങ്കൾ എന്തിനാണ് ഈ പകൽക്കാലം അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ ഭാരപ്പെടുന്നത്, നിരാശപ്പെടുന്നത്? ഇന്ന് പകൽക്കാലം ആ വിഷയത്തിന്മേൽ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ, ആരും എന്തും ആമേൻ കളിയാക്കിക്കൊള്ളട്ടെ, ആരും എന്തും വിധിച്ചു കൊള്ളട്ടെ, ആരും എന്തും ആമേൻ താങ്കളെക്കുറിച്ച് ഹല്ലേലൂയ ചിന്തിച്ചു കൊള്ളട്ടെ. മറ്റു മനുഷ്യർ അറിയുന്നതിനേക്കാളപ്പുറം മൃത്യർ ആമേൻ ഈ ഭൂമിയിലായിരിക്കുന്ന ആമേൻ മനുഷ്യർ, ഒരു വിലയുമില്ലാത്ത മനുഷ്യർ അറിയുന്നതിനേക്കാളപ്പുറം ഹല്ലേലൂയ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ജീവനെ നൽകിയ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ ആമേൻ കാൽവരി ക്രൂശിൽ ഒടുവിലത്തെ രക്തം വരെ പകർന്ന് നമുക്ക് തന്ന ആ കർത്താവ് നമ്മോട് പറയുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു മനുഷ്യരുടെയും വാക്കുകളുടെ മുമ്പിൽ തളരരുത്, ക്ഷീണിച്ചു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. ഇപ്പോൾ വന്ന പ്രയാസങ്ങളിൽ, വേദനകളിൽ, നിരാശകളിൽ ഒന്നും ആമേൻ ഭാരപ്പെടരുത്. ഈ ദിവസങ്ങളിൽ മറുപടി ഉണ്ട്. കർത്താവ് നമ്മെ അടുത്തറിഞ്ഞിരിക്കുന്നെങ്കിൽ നാമും കർത്താവിനെ അറിയണം. വചനം പറയുന്നു, നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ എന്നോട് അടുത്ത് വരുവിൻ, എന്നാൽ ഞാൻ നിങ്ങളോട് അടുത്ത് വരും. നമ്മെ അടുത്തറിയുന്ന, നമ്മെ ഇത്രയും മനസ്സിലാക്കുന്ന വചനം പറയുന്നു, മത്തായി 10:30, തലയിലെ രോമം എത്ര ഉണ്ട് എന്ന് അവൻ എണ്ണിത്തിട്ടപ്പെടുത്തിയിരിക്കുന്നു. നാം കണ്ടില്ല ആമേൻ, നാം തുവർത്തിയപ്പോൾ, നാം കോതിയപ്പോൾ, നാം തല ആമേൻ ക്ലീൻ ചെയ്തപ്പോൾ എത്ര മുടി താഴെ കൊഴിഞ്ഞു പോയി എന്ന് നാം കണ്ടില്ല, നാം ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പക്ഷെ തലയിൽ നിന്ന് എത്ര രോമം കൊഴിഞ്ഞു പോയി എന്ന് കർത്താവിനറിയാം. അത് എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ സകല അവസ്ഥകളും അറിയാവുന്ന, സകല വേദനകളും അറിയാവുന്ന, ആമേൻ സകല 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 വിഷയങ്ങളും അറിയാവുന്ന ആ കർത്താവ് ഈ പകൽക്കാലം വ്യക്തമായി ഇടപെടുന്നു. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മെ അടുത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പാണ്, നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടിയുണ്ട്, സൗഖ്യമുണ്ട്, അസാധ്യങ്ങൾ സാധ്യമായി വരും. ആമേൻ. ഭവനത്തിനകത്ത് വിഷയങ്ങൾക്ക് മാറ്റമുണ്ടാകും. എല്ലാറ്റിലും ഒരു വലിയ ദൈവിക പ്രവൃത്തി, ദൈവിക ഇടപെടലുകൾ ഈ ദിവസങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. സോ ഈ കർത്താവിനെ മുറുകെ പിടിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ നമുക്ക് ആശ്രയിക്കാം. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നമുക്ക് യഹോവയിൽ ആശ്രയിക്കാം. ആമേൻ. നശിച്ചു പോകുന്ന ആ മനുഷ്യൻ്റെ ആ വാക്കുകളിൽ, അവൻ്റെ ആ സമ്പത്തിൽ, അവൻ്റെ ആ സൗന്ദര്യത്തിൽ, അവൻ്റെ ആ പ്രൗഢിയിൽ ഒക്കെ ആശ്രയിക്കുന്നതിനേക്കാൾ അപ്പുറം നമുക്ക് വേണ്ടി ജീവൻ നൽകി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പക്ഷപാതം ചെയ്യുന്ന യേശു ക്രിസ്തുവിൽ, കർത്താവിൽ നമുക്ക് ആശ്രയം വയ്ക്കാം. കർത്താവ് ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിലൂടെ ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവെന്നെ വ്യക്തമായി കാണിക്കുന്നു. ആത്മഹത്യ വരെ ചിന്തിച്ച് എനിക്ക് മരിച്ചാൽ കൊള്ളാം എന്ന് ചിന്തിച്ച, ജീവിതം മടുത്ത് എനിക്കിന്നെ ജീവിക്കണ്ട എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുന്നു. സോ കർത്താവ് ഒരു പകൽക്കാലം വ്യക്തമായിട്ട് ആലോചന അറിയിക്കുകയാണ്. നീ മരിക്കാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആമേൻ. കർത്താവിന് ഇനിയും നിന്നെ വേണം, ഇനിയും നിന്നെ വേണം. ആമേൻ. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ദൈവത്തിന് നിന്നെ അറിയാം. ആ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് മാറരുത്. ഈ കർത്താവ് നിൻ്റെ പരാജയത്തെ ജയമാക്കും, നിൻ്റെ തകർച്ചയിൽ നിന്ന് നിന്നെ കരകയറ്റും, നിന്നെ വിടുവിക്കും. പ്രൈസ് ഗോഡ്. ചിലർ രോഗത്താൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരിച്ചാൽ മതി എന്നുള്ള ചില രോഗങ്ങളെ ഭയപ്പെടും. കർത്താവിന് കൈ, ആണിപ്പാടേറ്റ കൈ ഒന്ന് സ്പർശിച്ചാൽ ഇപ്പോൾ താങ്കൾ സൗഖ്യമാകും. ദീർഘായുസ് ദൈവം തരും. ദീർഘായുസ് കൊണ്ട് ഞാൻ നിനക്ക് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ ഞാൻ നിനക്ക് കാണിച്ചു തരും. മൂന്നാമതായി കർത്താവിനെ കാണിക്കുന്നു, ചില റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി അതിനകത്ത് വളരെ തകർക്കപ്പെട്ട് ചില വ്യക്തികളുമായി ഉള്ള ബന്ധത്തിൽ അവർ പ്രവർത്തിച്ചതായ പ്രവർത്തനങ്ങളിലൂടെ വളരെ മുറിവേൽക്കപ്പെട്ട ചില ജീവിതങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു. ആമേൻ. ഒട്ടും നിരാശപ്പെടരുത്. ആ വ്യക്തികൾ നിങ്ങളോട് കാണിച്ച, നിങ്ങളോട് പ്രവർത്തിച്ച, നിങ്ങളോട് ചെയ്തതായ വിഷയങ്ങൾ, പ്രൈസ് ലോർഡ്, അതൊന്നും നിങ്ങളെ തകർത്ത് കളയരുത്, നിങ്ങളുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയരുത്.
നിങ്ങൾ വിട്ടുകളയുക, ആ വിഷയത്തെ വിട്ടുകളയുക. നിങ്ങളെ ദൈവം മാന്യനും വിലയേറിയവനുമായി കണ്ടിരിക്കുന്നു. ഓ ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നു, കർത്താവ് അടുത്തറിഞ്ഞിരിക്കുന്നു. മടങ്ങി വരിക. കർത്താവ് ഒരു പുതുജീവിതം തരുവാൻ ആഗ്രഹിക്കുന്നു, ഒരു പുതിയ ജീവിതം തരാൻ ആഗ്രഹിക്കുന്നു. എല്ലാം പുതുതാകാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ ഒടുവിലത്തെ അധ്യായമൊക്കെ വായിക്കുമ്പോൾ ഇതാ സകലതും പുതുതാക്കാൻ പോവുക. ദൈവം താങ്കളെ പുതുതാക്കാൻ പോകും. പ്രാർത്ഥിക്കാം. കർത്താവ് ഈ ദിവസങ്ങൾ വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ഞങ്ങളെ വിളിക്കണം. ചില സമയങ്ങളിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും ഭാരപ്പെടരുത്. ആമേൻ. ട്രൈ ചെയ്യുക, കിട്ടും. മേ ബി ചിലപ്പം ഞങ്ങളെ ദൈവദാസന്മാരായിരിക്കും എടുക്കുന്നത്. ആമേൻ. അർജൻറ്റാണെങ്കിൽ ആമേൻ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളുടെ വിഷയങ്ങളെ കേൾക്കുകയും അറിയുകയും ചെയ്യും, അറ്റൻഡ് ചെയ്യും. കാണാൻ കഴിയട്ടെ, കേൾക്കാൻ കഴിയട്ടെ അത്ഭുതങ്ങൾ ദൈവം ചെയ്തത്. എല്ലാ മഹത്വം നമുക്ക് കൊടുക്കാം. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കണ്ണടയ്ക്കുക, പ്രാർത്ഥിക്കാം. കർത്താവ് തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവെ അടിയങ്ങളിപ്പോൾ കാണുന്നു. ഒറ്റപ്പെട്ടു പോയ ചില ജീവിതങ്ങളെ അടിയങ്ങൾ കാണുന്നു. എനിക്കാരുമില്ല എന്ന് പറയുന്ന ചില ജീവിതങ്ങളെ അടിയങ്ങൾ കാണുന്നു. ആമേൻ. ഓ ഹല്ലേലൂയ. കർത്താവെ ചില റിലേഷനുകൾ ബ്രേക്കപ്പായിട്ട് അതിനകത്ത് തകർന്നിരിക്കുന്ന ചില ജീവിതങ്ങൾ അടിയങ്ങൾ കാണുന്നു. ചില ഫാമിലി ലൈഫിൽ ആമേൻ തകർന്നിരിക്കുന്ന ചില വ്യക്തികളെ ഞാൻ കാണുന്നു. പ്രൈസ് ഗോഡ്. ഫ്രം ചൈൽഡ്ഹുഡ് ഓൺവേഡ്സ് കർത്താവെ കുഞ്ഞുകാലം മുതൽ തന്നെ, ബാല്യകാലങ്ങൾ മുതൽ തന്നെ മുറിവുകളേറ്റ് തകർന്നിരിക്കുന്ന, ഭയം വന്നിരിക്കുന്ന, ഓ ഹല്ലേലൂയ കർത്താവെ ഭയത്തിൻ്റെ ആത്മാവിനാൽ വ്യാപരിച്ചിരിക്കുന്ന ചില വ്യക്തികളൊക്കെ നിങ്ങൾ ആത്മാവിൽ കാണുന്നു. അതോടൊപ്പം തന്നെ ചില രോഗികൾ, കടബാധ്യതകളുള്ളവർ, കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, അങ്ങനെ വിവിധ നിലകളിൽ കർത്താവെ വിഷയങ്ങളിലായിരിക്കുന്നവർ, ജോലി സംബന്ധമായി, കർത്താവെ സാമ്പത്തിക വിഷയങ്ങളായി, ബിസിനസ് സംബന്ധമായി ഒക്കെ അങ്ങനെ പല നിലകൾ, ഇവൻ ശുശ്രൂഷ സംബന്ധമായി പോലും ഭാരപ്പെടുന്നവർ, കർത്താവെ പല കർത്താവെ വേദനയുടെ വാക്കുകൾ കേട്ട് തളർന്നിരിക്കുന്നവർ, ഒറ്റപ്പെട്ടിരിക്കുന്നവർ, ഇങ്ങനെയൊക്കെ പല വിഷയങ്ങൾ നിങ്ങൾ ആത്മാമണ്ഡലത്തിൽ കാണുന്നു. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഇന്ന് പകൽക്കാലം ഒരു മേഘം വന്നിറങ്ങുന്ന പോലെ ആമേൻ അവരുടെ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ചെന്നിറങ്ങുന്ന കൃപയ്ക്കായി ഹല്ലേലൂയ. കർത്താവ് ഇപ്പോൾ തന്നെ മുഖം പ്രകാശിച്ചു തുടങ്ങട്ടെ, ശരീരങ്ങൾ ബലം പ്രാപിച്ചു തുടങ്ങട്ടെ. ആമേൻ. ഇപ്പോൾ അഭിഷേകത്താൽ ചിലർ നിറയട്ടെ, ദൈവ സാന്നിധ്യത്താൽ ഇപ്പോൾ ചിലർ മറയട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഇപ്പോൾ തന്നെ ചിലർ തൊടുന്നത് നിങ്ങൾ കാണുന്നു. എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം, സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മുടന്തർ എഴുന്നേൽക്കുന്നു, കുരുട്ട് കണ്ണുകൾ കാണുന്നു, അടഞ്ഞ ചെവികൾ തുറക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. വിശ്വസിച്ചാൽ ആമേൻ അത്ഭുതമുണ്ട്. ഇന്നും നിന്നിട്ടില്ല. ആമേൻ. വചനം അയച്ച് കർത്താവ് അവരെ സൗഖ്യമാക്കുന്നതിനായി, വിടിവിക്കുന്നതിനായി, മുറിവുകളെ ഉണക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ആ കുടുംബങ്ങളെല്ലാവരെയും വിടിവിച്ച് പുറത്തെടുക്കും. എല്ലാ ബഹുമാന മഹത്വം അങ്ങേക്ക് തരുന്നു. ഈ ഷോർട്ട് ടൈം, ഈ ചെറിയ സമയത്തിൽ ഞങ്ങൾ കേട്ടൊരു വലിയ ശബ്ദം, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. ആ ദൈവശബ്ദത്തിന് മുമ്പിൽ ഞങ്ങൾ അങ്ങയിലേക്ക്, അങ്ങയുടെ മാർവിലേക്ക് ചാരുകയാണ്. അന്ത്യം വരെ കർത്താവുമായിട്ട് ഒരുമിച്ച് നടക്കത്തക്കവണ്ണം, നിത്യതയിലെത്തുന്നത് വരെ ആ കൃപയിൽ നിൽക്കത്തക്കവണ്ണം ഉള്ളൊരു പ്രത്യേക അഭിഷേകം, ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ, കവറിങ് കർത്താവിൻ്റെ ജനത്തിന് പകരുന്നതായി ഞങ്ങൾ കാണുന്നു. കർത്താവെ നിൻ്റെ മഹത്വം വെളിപ്പെട്ടതിനായി നന്ദി. ഈ മീഡിയയിലൂടെ ലോകമെങ്ങും ഇന്ന് വലിയ വിടുതലുകൾ ഇപ്പോൾ ഈ സെക്കൻഡിൽ സംഭവിക്കുന്ന നിങ്ങൾ ആത്മാവിൽ കാണുന്നു. എല്ലാ മഹത്വം പുകഴ്ച അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വലിയ ദൈവസാന്നിധ്യം ഈ ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് അനുഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് ഈ ദിവസങ്ങൾ കാണാൻ കഴിയും, വിടുതലുകൾ അനുഭവിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. ഈ ആരാധനയും വിടുതലും ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1:30 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചയും 10 മുതൽ 2 വരെ. പാസ്റ്റർ ശോഭൻ രാജ് ശുശ്രൂഷിക്കുന്നു. സ്വർഗീയ കൂടാരം, ടോൾ ജംഗ്ഷൻ, ചുള്ളിമാനൂർ, നെടുമങ്ങാട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുവാനും പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുവാനും സഹായങ്ങൾ അയക്കുവാനുമുള്ള വിലാസം: ഹെവൻലി വിഷൻ ഇന്ത്യ, പോസ്റ്റ് ബോക്സ് നമ്പർ 14, നെടുമങ്ങാട്, ട്രിവാൻഡ്രം 695541. Heavenly 10, Toll Junction, Chullimanur, Nedumangadu, Trivandrum. Our phone numbers 0472 2800 944 700 3725 9400 910 414. God bless you.